Hello, good morning all. Good morning, teacher. Good morning. എന്റെ അടുത്ത ടോപ്പിക് ഫസ്റ്റ് തന്നെ ട്രാൻസ്ഫോർമേഷന്റെ ആണ്. എല്ലാവരും ട്രാൻസ്ഫോർമേഷന്റെ Good morning, ma'am. PDF എടുക്കണേ. ഗുഡ് മോർണിംഗ്. ചേഞ്ച് ചെയ്തെടുത്തോ എല്ലാവരും? എന്താ വാഹിദ മിസ്സിന്റെ ഫസ്റ്റ് അവിടെ ആവാറ് ഞാനാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോ PDF ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ട്രാൻസ്ഫോർമേഷന്റെ PDF എടുക്കുക എല്ലാവരും. സാറ്റർഡേ സൺഡേ ഒക്കെ എങ്ങനെയാ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഹലോ, സാറ്റർഡേ സൺഡേ ഒക്കെ വായിച്ചു നോക്കിയായിരുന്നു. എന്നിട്ട് എങ്ങനെയാ മനസ്സിലാവുന്നുണ്ടായിരുന്നോ? വായിച്ചിട്ട് എങ്ങനെയാ ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നോ? എല്ലാവരും കയറി തുടങ്ങുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാല്ലേ? അല്ലെങ്കിൽ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതേണ്ടതുണ്ട്. നമുക്ക് തുടങ്ങാലോ. അപ്പൊ നമ്മൾ എവിടെ വരെയാ നിർത്തിയത്? നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ അല്ലെ? ഇതുവരെയാണ് നമ്മൾ എടുത്തത് എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ്. നമ്മൾ ട്രാൻസ്ഫോർമേഷന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? ട്രാൻസ്ഫോർമേഷന്റെ എന്താന്നുള്ള കാര്യം മനസ്സിലായി. എങ്ങനെയുള്ളവരെയാണ് ട്രാൻസ്ഫോർമേഷന്റെ എത്രയും പെട്ടെന്ന് എന്താ പറയാ ഇതൊക്കെ ട്രാൻസ്ഫോർമേഷന്റെ ട്രാൻസ്ഫോർമേഷന്റെ പഠിച്ചു. പിന്നെ എന്തൊക്കെ സൗകര്യങ്ങളോട് കൂടിയിട്ടായിരിക്കണം ആംബുലൻസുകളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. ആരൊക്കെ കൂടെ പോകേണ്ടതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അവസാനം എക്യുപ്മെന്റ്സിനെ കുറിച്ചും അല്ലെ, നമ്മള് പോകുന്ന വെഹിക്കിളിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ്. നമുക്കറിയാം ചില പ്ലേസുകളിലൊക്കെ എപ്പോഴും നമ്മള് ചില പെട്ടെന്നുള്ള ഒരു ആക്സിഡന്റ് സംഭവങ്ങളും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ പ്രകൃതി ദുരന്തം പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് സാധാരണ രീതിയിലുള്ള ആംബുലൻസ് സൗകര്യങ്ങളൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ വന്ന് എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ തന്നിട്ട് അതുവഴി ഈ പറഞ്ഞോളം കൂടുതൽ സീരിയസ് ആയ പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ കേസുകളിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് സൗകര്യത്തോടു കൂടിയാണ് നമ്മൾ പേഷ്യൻസിനൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും കൊണ്ടുപോകുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ പറയുന്നത്. ക്ലാസ് എടുത്ത് തുടങ്ങാലോ. ഞാൻ ചോദ്യങ്ങളൊക്കെ വല്ലതും ചോദിക്കേണ്ടതുണ്ടോ? സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ആക്ട് ആവൂലെന്ന് എനിക്കറിയാം. മിക്കവാറും അങ്ങനെയാണല്ലോ, അതുകൊണ്ടൊന്നും ചോദിക്കാത്തത്. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മള് ക്ലാസ്സിലേക്ക് തുടങ്ങിയാണ്. എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷൻ? If the patient requires an ambulance to take him to another facility, make arrangements for transportation with the Social Service Administration. Make sure that the necessary equipment is gathered to provide care in the course of transport. നേരത്തെ പറഞ്ഞു നമ്മൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും കൺസിഡറേഷനോട് കൂടിയിട്ട് എന്തെങ്കിലും പരിഗണനയോട് കൂടിയിട്ടൊക്കെ ചിലപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പരിഗണന കൊടുത്തിട്ട് അവിടെ സാധാരണ വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വെഹിക്കിൾസിലൊക്കെ കൊണ്ടുപോകും. ചില കേസുകളിൽ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ ട്രാജഡീസ് ഒക്കെ സംഭവിക്കുമ്പോൾ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾസിലല്ലേ അവരെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പേഷ്യൻസ് റിക്വയർസ് ആണ് ആംബുലൻസ്, അവർക്ക് ആംബുലൻസ് ആവശ്യമാണ്. പക്ഷെ എന്തെങ്കിലും ഫെസിലിറ്റി വേറെ ഏതെങ്കിലും മാർഗം വഴിയേ ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് സോഷ്യൽ സർവീസുകളെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യും അല്ലെ, അവര് എന്തെങ്കിലും നയങ്ങൾ രൂപീകരിച്ച് എന്തെങ്കിലും രീതിയിൽ ഈ പേഷ്യൻസിനെല്ലാം മറ്റ് കൂടുതൽ ചികിത്സയ്ക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അവിടേക്കൊക്കെ എത്തിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് ദ നെസസറി എക്യുപ്മെന്റ്സ് ഈസ് ഗാതേർഡ് ടു പ്രൊവൈഡ് കെയർ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പൊ ചില വ്യക്തികൾക്ക് ചില എക്യുപ്മെന്റ്സുകളും ചില
പേഴ്സൺസ് ഒക്കെ അക്കമ്പനി ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു ഇല്ലേ? ഇല്ലേ? എന്റെ ഒപ്പം ആയില്ലേ നിങ്ങള്? ഓക്കെ അല്ലേ? എന്നോടൊപ്പം ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ ചാപ്റ്ററിലേക്ക് വന്നോ? ഓക്കെ, പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ ഓക്കെ നിത്യ, അപ്പൊ എന്താ പറയണേ, നമ്മള് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സൗകര്യം എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ആ വാഹനത്തിന് ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. ചില വ്യക്തികൾക്ക് നമുക്കറിയാം ചില എക്യുപ്മെന്റ്സിന്റെ ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒപ്പം എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫിന്റെയോ ഡോക്ടേഴ്സിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷീൻസിന്റെയോ എന്തെങ്കിലും സൗകര്യങ്ങൾ, അല്ലെങ്കിൽ മെഡിസിൻസിന്റെയോ എന്തെങ്കിലും സൗകര്യങ്ങൾ ആവശ്യകതയുണ്ടാവും. നമ്മൾ നേരത്തെ തിരിച്ചു എന്താ പറയുക, ഒട്ടും നേരത്തെ കണ്ടില്ലേ നമ്മൾ, ഒട്ടും ആവശ്യകതയില്ലാത്ത പേഷ്യൻസ് ഉണ്ട്. പിന്നെ കൂടുതൽ അവരുടെ ഒപ്പം തന്നെ ആരെങ്കിലും കൂടെ നിർത്തേണ്ട പേഷ്യൻസ് ഉണ്ട്. അതേമാതിരി തന്നെ നേരത്തെ നമ്മൾ അതിനേക്കാൾ മുമ്പ് നമ്മൾ പഠിച്ചു എന്താണ്, ഈ വ്യക്തികൾക്ക് എന്താണ് പ്രത്യേക സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട വ്യക്തികളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കെയർ കൊടുക്കേണ്ടതായ വ്യക്തികളുണ്ട്. അപ്പൊ സീറോ ബാലൻസ്, അങ്ങനെ ഏത് രീതിയിലാണുള്ള ബാലൻസ് ആണ് ഈ വ്യക്തിക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള സൗകര്യം ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഗാതേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരൂപിച്ചിരിക്കണം, ഉണ്ടായിരിക്കണം എന്നുള്ള ഉദ്ദേശമാണ് അവിടെ പറയുന്നത്. ഈ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. The authentication of a patient transfer is most significant but often missed as a part of a transfer. ഒരിക്കലും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷെ ചില സമയങ്ങളിലല്ല ഇതിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന ടൈമിലെല്ലാം ചിലപ്പോ ഇത് അതിന്റെ എല്ലാം ആവശ്യകത ഉണ്ടാവില്ല. അത് ആ ടൈമിലുള്ള സാഹചര്യം അനുസരിച്ചാണ് അതിന്റെയൊക്കെ ആവശ്യകത വരിക. The authentication should always be OBVS at all stages of a ട്രാൻസ്ഫർ. OBVS എന്ന് പറഞ്ഞാൽ വ്യക്തമായ എന്താണ് ആധികാരികത എന്നാണ് ഉദ്ദേശിക്കുന്നത്. Authentication should always be OBVS at all stages of a transfer. ശരിക്കും പറഞ്ഞാൽ വലിയ അല്ലെ വ്യക്തമായ ഒരു ഡോക്യുമെന്റേഷൻ ആവശ്യമാണ് എന്ത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ. നമ്മൾ നേരത്തെ കണ്ടു അവളെ റിസീവ് ചെയ്യുന്ന വ്യക്തികൾ അറിഞ്ഞിരിക്കണം. അതേമാതിരി തന്നെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കൊടുത്തു എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കൃത്യമായി തന്നെ വ്യക്തമായി തന്നെ അതിൽ രേഖപ്പെടുത്തിയിരിക്കുക എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. Since it was the only legal report that the patient was transferred. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലീഗൽ റിപ്പോർട്ടും കൂടിയാണ് അല്ലെ. നിയമപരമായിട്ട് ഈ വ്യക്തി ഇപ്പൊ നമ്മൾ പോണ വഴിക്കാണ് വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ വ്യക്തിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നെന്നോ നേരത്തെ അറിഞ്ഞാൽ മാത്രമല്ലേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള വ്യക്തി ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതെന്താണ് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഒരു ലീഗൽ റിപ്പോർട്ടും കൂടിയാണ്. So it must consist of the patient's conditions, reasons to transfer, names and the designation of referring and receiving clinicians details and status of important signs before the transfer, clinical events during the transfer and the treatment given. അതായത് ഇതില് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, വ്യക്തിയുടെ പേരുണ്ടായിരിക്കണം, ആ വ്യക്തി ഏതൊക്കെ തരത്തിലുള്ള എന്തുകൊണ്ടാണ് എന്ത് റീസൺ കൊണ്ടാണ് ഈ വ്യക്തിയെ ഈ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് പരിചരിച്ച വ്യക്തി അദ്ദേഹത്തിനെ റെഫർ ചെയ്ത് പരിചരിച്ചിരുന്ന വ്യക്തി ഡോക്ടേഴ്സിന്റെ ഒക്കെ എന്താണ് റെഫറൻസ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡെസിഗ്നേഷൻ എന്തെങ്കിലും സൈനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിനോടൊപ്പം നമ്മൾ എക്യുപ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു, അതേമാതിരി പരിചരിക്കുന്ന വ്യക്തികളുടെ കാര്യം പറഞ്ഞു, അങ്ങനെ കുറെ സ്റ്റാഫ് നഴ്സസ് അവരൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇതിൻ്റെതായ എല്ലാ ഡീറ്റെയിൽസും നമ്മളോടൊപ്പം ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കണം. ഇൻ കേസ് സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ് കൊടുക്കുന്നത് എങ്കിലും, സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ ആണ് എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിലും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. Standardized testimony should be used and sustained both for intra and inter hospital transfer. അതിൽ എന്താ പറയുന്നത്, ടെസ്റ്റിമോണി എന്ന് വെച്ചിട്ട് സാക്ഷ്യപത്രം അല്ലെ. നമ്മള് എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പേഷ്യന്റിന്റെ ഒരു ഇത് വേണം, നമുക്കൊരു സാക്ഷ്യം ഇത് കൊണ്ടുപോകാൻ സന്നദ്ധമാണെന്നുള്ള ഒരു ഉറപ്പ് വേണം. അതാണ് പറയുന്നത് testimony should be used and sustained both for intra and inter hospital transfer. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇൻട്രാ എന്താണെന്നും ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്താണെന്നും.
ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും എന്താണ് അവരുടെ വ്യക്തമായ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം. These legal papers should be used for audit purpose for investigating the defects in the patient transfer. ഇത് എന്താ പറയുന്നത്, ഒരു നിയമപരമായിട്ടുള്ള ഒരു പേപ്പേഴ്സും കൂടിയാണ് അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇൻ കേസ് ഹോസ്പിറ്റലിന്റേതായ പ്രോബ്ലംസ് കൊണ്ട് പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് നിയമപരമായിട്ട് മുന്നിൽ പോകണമെങ്കിലും ഇൻ കേസ് പേഷ്യന്റ് പോയാൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് പോയാലും ഹോസ്പിറ്റലിനും പിടിച്ചു നിൽക്കണമെങ്കിൽ എന്താണ് അവർക്ക് ഇത്തരം പേപ്പേഴ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഇതൊരു ലീഗൽ പേപ്പർ ആണെന്ന് കൂടി ഉറപ്പിക്കുന്നത്. ദെൻ ഓഡിറ്റ് പർപ്പസ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഡിഫക്ട്സ് ഇൻ ദ പേഷ്യന്റ് ട്രാൻസ്ഫർ. എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ട് എങ്കിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ അവര് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാലേ ഇതിന്റെ ഈ പേഷ്യന്റ് ഭയങ്കര പ്രോബ്ലംസ് ആണെങ്കിൽ അതിനോടൊപ്പം സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടിയും വെച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്ന പേഷ്യന്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഇത്തരം ലീഗൽ ആയിട്ടുള്ള പർപ്പസിൽ നിന്നും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ടെസ്റ്റിമോണി അതായത് സാക്ഷ്യപത്രത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. There should be an official handling over at the receiving facility between the transferring team and the receiving team, who include the doctors and nurses. The different reports of a clinical investigation and diagnostic studies should be transferred to the acquiring team. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടീമാണെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് ഏത് സ്ഥലത്തു നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു എന്തൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് കണ്ടു അല്ലെ. ഡോക്ടേഴ്സിന്റേതായ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം, നഴ്സുമാരുടെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം, ഈ വ്യക്തിക്ക് കൊടുത്ത മെഡിസിന്റെ ഡീറ്റെയിൽസ് എന്ന് വേണ്ട എല്ലാ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെയും അതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചിരിക്കണം. ദെൻ അതിന്റെ വേറെ അനദർ കോപ്പി എന്താണ് റിസീവിംഗ് പ്ലേസിലേക്കും നമ്മൾ കൊടുത്തു വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്ഫറിംഗ് ടീം ആൻഡ് ദ റിസീവിംഗ് ടീം ഹു ഇൻക്ലൂഡ് ദ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. അതിലെല്ലാവരും ഡോക്ടേഴ്സും ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഷുഡ് ബി ഒഫീഷ്യൽ ഹാൻഡിങ് ഓവർ, അതായത് കൃത്യമായ എന്താ പറയുക ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആദ്യം ചെയ്ത് വെക്കേണ്ട രേഖകളും അതിന്റെ റിപ്പോർട്ടുകളും അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്ലേസിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. The different report of a clinical investigation and diagnostic studies should be transferred to the acquiring team. അപ്പൊ അവർക്ക് എന്താ ആവശ്യമാണ്, മറ്റേ എന്താ പറയുക അക്വയറിംഗ് ചെയ്തിരിക്കുന്നത് അതായത് റിസീവ് ചെയ്തിരിക്കുന്ന ടീമിന് എന്താ ആവശ്യമാണ്, വ്യത്യസ്ത തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആവശ്യമാണ്. അവിടെ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ചിലപ്പോ സ്കാൻ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ എന്തെങ്കിലും തെറാപ്പിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിന്റെ ആണെങ്കിലും ഡീറ്റെയിൽസിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിനു ശേഷമാണ് അവർക്ക് ഡയഗ്നോസ്റ്റിക് രോഗം നിർണ്ണയിക്കാനായിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അക്വയർ ചെയ്യുന്ന ടീമിന് ഇതെല്ലാം മസ്റ്റ് ആയിട്ട് ആവശ്യമാണെന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് സ്പെഷ്യൽ കൺസിഡറേഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വ്യക്തിയെ നമ്മുടെ സാധാരണ ഹോസ്പിറ്റൽ സർവീസ് അല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന് നടത്തുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം അതിലും ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെയാണോ? ക്ലിയർ ആയോ? ഈ ഭാഗം ക്ലിയർ ആയോ? ഓക്കെ, പറയുന്നുണ്ട്. എനിവേ നമ്മള് എന്തൊക്കെയാ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ എന്താ പറയുക ഇതോടുകൂടി തീരെയാണ്. ജസ്റ്റ് നമ്മള് വ്യക്തിയെ കുറിച്ച് പഠിച്ചപ്പോ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഇതിലുള്ള പ്രത്യേകതകളില്ലേ, ഇപ്പൊ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ നേരത്തെ ക്ലാസ്സിൽ എക്യുപ്മെന്റ്സിന്റെ കാര്യമൊക്കെയാണ് നമ്മൾ കൂടുതൽ നോക്കിയത് അല്ലെ. ഈ എക്യുപ്മെന്റ്സ് പെട്ടെന്നൊന്നും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ പേടിക്കണ്ട, എക്യുപ്മെന്റ്സിന്റെ തന്നെ ഒരു PDF ഉണ്ട്. അത് 46 എക്യുപ്മെന്റ്സ് അതിനെ പറ്റി സ്പെഷ്യൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ആംബുലൻസിന്റെ ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി പോകുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വേറെ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ പഠിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എന്തായാലും പക്ഷെ നമുക്ക് PDF ഒരു എന്താ പറയുക 2 പേപ്പറെങ്കിലും നമ്മൾ കവർ ചെയ്ത് പോകണം, എന്നാലേ നമ്മുടെ ലെസൺസ് അങ്ങോട്ട് നീങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ അങ്ങോട്ട് ആഴത്തിലേക്ക് പഠിപ്പിക്കാതെ ഇതിന്റെ തന്നെ വീണ്ടും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഈ ട്രാൻസ്ഫർ പേഷ്യൻസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറെ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കുറെ മെഷീൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് പ്രത്യേകിച്ച് നഴ്സിംഗ് ഫീൽഡില് ഇങ്ങനെയൊന്നും വരാത്ത വ്യക്തികളാണ്, ഹോസ്പിറ്റൽ ഫീൽഡിൽ വരാത്ത വ്യക്തികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിവേ അവർക്ക് ചാൻസ് ഉണ്ട് പഠിക്കാനായിട്ട്. അതായത് നെക്സ്റ്റ് ടൈമില് ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് വീണ്ടും എടുക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും.
അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ഈ ലെസണുമായി ബന്ധപ്പെട്ട. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ലെസണിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി എഴുതാനുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ഡിസ്കസിലേക്ക് പോവാം. ഇതിന്റെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, മെസ്സേജ് അയച്ചോ. ഇന്ന് എടുത്തത് എങ്ങനെയാ, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട്. എനിവേ എന്തെങ്കിലും ഭാഗം കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കോ. കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ലാസ്റ്റ് എന്താ പറയാ ടെക്നിക്സ് നമുക്ക് ഡിസ്കസിലേക്ക് പോവാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടെ സ്റ്റാർട്ട് ചെയ്യാനോ എഴുതാനായിട്ട്? ഓക്കെ, എനിക്ക് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ, ക്വസ്റ്റ്യൻസ് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 1, which of the following is a requirement for, എല്ലാവരും എടുത്താ വെയിറ്റ് ചെയ്യണോ എഴുതാനായിട്ട്? ഞാൻ പറയുന്നുണ്ട്. എടുത്തോ, റെഡി? ഏതാലോ? Which of the following is a requirement for, which of the following is a requirement for transferring a patient? Question A, ചോദ്യം പറയാം. Which of the following is a requirement for transferring a patient? Question number കഴിഞ്ഞോ? ആൻസർ നോക്കാം. ഫസ്റ്റ് എ, പേഷ്യന്റ് കൺസെന്റ്. പേഷ്യന്റ് കൺസെന്റ്. Then second one B, physician approval. Physician approval. Then third one, first one A, patient consent. Second one B, physician approval. Then third one insurance authorization. Insurance authorization. Then last one, all of the above. All of the above. ശരിയാണ്, all of the above തന്നെയാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിക്വയർമെന്റ് ഫോർ ട്രാൻസ്ഫറിങ് എ പേഷ്യന്റ്? പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യമാണ്? എന്താണ്? പേഷ്യന്റ് കൺസെന്റ് ഫോം ആവശ്യമാണ്, ഫിസിഷ്യന്റെ അപ്രൂവൽ ആവശ്യമാണ്, ദെൻ ഇൻഷുറൻസ് ഓതറൈസേഷൻ. ഇൻഷുറൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ കാര്യമായി കൃത്യമായ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ഓൾ ഓഫ് ദി എബോ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണ്. ദെൻ ഓൾ ഓഫ് ദി എബോ അതെല്ലാം റിക്വയർഡ് എഴുതേണ്ടതാണ്. The next question, what is the purpose of a transfer summary? What is the purpose of a transfer summary? What is the purpose of a transfer summary? Number 1A, to provide a brief overview of the patient condition. To provide a brief overview of the patient's condition. To provide a brief overview of the patient's condition.
Then second one B, to document the transfer process. To document the transfer process. To document the transfer process. Then C, to communicate the patient information. To communicate the patient information to the receiving facility. To the receiving facility. To the receiving facility. Okay, ഒന്നുകൂടെ പറയാം. First number A, to provide a brief overview of the patient condition. Second one B, to document the transfer process. Second one B, to document the transfer process. Then third one C, to communicate patient information. To communicate patient information to the receiving facility. To the receiving facility. Okay, no, to provide a brief overview of the patient's condition. Question number, what is the purpose of a transfer summary? Summary ഉദ്ദേശം എന്താണ്? To provide to provide a brief overview of the patient condition. Patient in the condition of the second one B പറയുന്നു to document the transfer process. എന്തൊക്കെ documents എന്തൊക്കെ കാര്യങ്ങളാണ് വഴിയാണ് ഈ transfer process നടന്നിരിക്കുന്നത് എന്നറിയാം. Then third one പറയുന്നു to communicate the patient information to the receiving facility. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആശയവിനിമയം നടത്താനായിട്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ ടു ദ റിസീവിംഗ് ഫെസിലിറ്റി. റിസീവ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആശയവിനിമയം അതല്ലേ നമ്മുടെ സമ്മറി വെച്ചിട്ടാണ് അവര് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് വൺ എന്തായിരിക്കും? ആണ് എന്താണ് all of the above. All of the above. Fourth one D, all of the above. ആൻസർ എന്താ? D ആണ് all of the above. നമ്മൾ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതില് സമ്മറിയില് എല്ലാം ഉണ്ടായിരിക്കും എങ്ങനെയിരിക്കും ഇത്തരം കാര്യങ്ങൾ. അതെന്തിനു വേണ്ടിയിട്ട് എന്താണ് അതിന്റെ ഉദ്ദേശം? അവർക്ക് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വഴി എന്തൊക്കെ ഡോക്യുമെന്റേഷൻ കഴിഞ്ഞാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ബ്രീഫ് ഓവർവ്യൂ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള പേഷ്യന്റ് കണ്ടീഷനെ കുറിച്ചിട്ടുള്ള ഒരു ചുരുങ്ങിയ ഒരു കാഴ്ചപ്പാട്. Then third question, which mode of transport is most appropriate for which mode of transport is most appropriate for a critical ill patient. For a critical ill patient, requiring close monitoring, sustaining interventions. Good. Air ambulance. Air transport ആണ്. എന്താണ് ആൻസർ? എന്താണ്? Which mode of transport is most appropriate? Question പറയുന്നുണ്ട്. Which mode of transport is the most appropriate for a critical ill patient? Requiring close monitoring, sustaining
SUBSTANING, sustaining interventions. അതായത് ആ വ്യക്തിയുടെ പെട്ടെന്ന് നമ്മള് സമയത്തിനനുസരിച്ച് തന്നെ മോണിറ്റർ ചെയ്ത് ഇത്രയും സമയത്തിനുള്ള വ്യക്തി എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ സസ്റ്റെയിനിങ് ഇന്റർവെൻഷൻ ഇതായിരിക്കും എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ എയർ ആംബുലൻസ്. കിട്ടിയോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നൊരു ക്വസ്റ്റ്യൻ വായിച്ചു പോകാം. വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ എ ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് റിക്വയറിംഗ് ക്ലോസ് മോണിറ്ററിംഗ് സസ്റ്റെയിനിങ് ഇന്റർവെൻഷൻ? ആൻസർ എയർ ആംബുലൻസ് അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട്. Then fourth question. What is the primary consideration? What is the primary consideration? What is the primary consideration when selecting a? When selecting a, what is the primary consideration when selecting a mode of transport? Mode of transport. Mode of transport for an inter-facility patient transfer. For an inter-facility patient transfer. What is the primary consideration when selecting a mode of transport? When selecting a mode of transport for an inter-facility patient transfer. For an inter-facility patient transfer. എല്ലാ ഓപ്ഷൻസ് നിങ്ങൾ എഴുതണമെന്നില്ല, ഞാൻ പറയാം. പക്ഷെ എന്താണ് കോസ്റ്റ്? ഒന്ന് എ കോസ്റ്റ് ആയിരിക്കാം, ചിലപ്പോ ടൈം, ബി ടൈം, സി പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ഡി ഡിസ്റ്റൻസ്. എന്തായിരിക്കും ആൻസർ? എ കോസ്റ്റ്, ബി ടൈം, സി പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ഡി ഡിസ്റ്റൻസ്. അതാണ്. നിങ്ങൾ എല്ലാവരും എഴുതണമെന്നില്ല, ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ആൻസർ ഏതാണ്? എന്തായിരിക്കും ആൻസർ? സി. ഓക്കെ, സി ആണ്. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. എന്താണ് നമ്മുടെ പ്രൈമറി കൺസിഡറേഷൻ? എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും എന്ത് ട്രാൻസ്ഫർ ആണെങ്കിലും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ആ പേഷ്യന്റിന്റെ സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി, അവരുടെ സുരക്ഷയ്ക്കും അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി. നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നേക്കുന്നതാണ്. കോസ്റ്റ്, ടൈം, ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി, അതാണ് ആൻസർ. പക്ഷെ ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ദ പ്രൈമറി കൺസിഡറേഷൻ വെൻ സെലക്ടിങ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ആൻ ഇന്റർ ഫെസിലിറ്റി പേഷ്യന്റ് ട്രാൻസ്ഫർ? For an inter-facility patient transfer. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന്റെ ആൻസർ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ What is the role of the MICUT? എന്താണ് MICUT എന്ന് വെച്ചാൽ? എന്താ ഇതിന്റെ ഫുൾ ഫോം? MICUT. Anyone? MIC എന്ന് പറയുന്നത് എന്താണ്? ഓർമ്മയില് വരുന്നില്ല.
വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ MICU ടീമാണ്. MICU എന്നതിന്റെ ഫുൾ ഫോം എന്താ? ഓക്കെ, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ. അപ്പൊ എന്താണ്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് അതിന്റെ ഫുൾ ഫോം. അതാണ് ചോദ്യം. വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ടീം? എന്താ പറയുന്നത്? നിങ്ങൾ ആൻസർ മാത്രമേ എഴുതിയാൽ മതി, അല്ലാതെ എഴുതിയ നേരം പോകും. ഞാൻ വായിച്ചു പോകാം ഓപ്ഷൻസ്. ഓപ്ഷൻ എ പറയുന്നു ടു പ്രൊവൈഡ് എ പ്രൈമറി കെയർ ഫോർ മെഡിക്കൽ പേഷ്യന്റ്. ബി പറയുന്നു ടു പ്രൊവൈഡ് എ കൺസൾട്ടേറ്റീവ് കെയർ ഫോർ സർജിക്കൽ പേഷ്യന്റ്. സി പറയുന്നു ടു പ്രൊവൈഡ് എ സ്പെഷ്യലൈസ്ഡ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ മെഡിക്കൽ പേഷ്യൻസ്. ഡി പറയുന്നു ടു പെർഫോം റുട്ടീൻ മെഡിക്കൽ പ്രൊസീജിയർ. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്താണ് ആൻസർ. ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ മെഡിക്കൽ പേഷ്യൻസ്. അപ്പോ ആൻസർ എഴുതുക. ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ ഫോർ critically to provide specialized care for critically ill medical patients. Ill medical patients. അപ്പൊ ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ റോൾ ഓഫ് ദ MICU ടീം ആണ്. MICU ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിന്റെ ആൻസർ എന്താണ്? ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ മെഡിക്കൽ പേഷ്യന്റ്. അപ്പോ ഓക്കെയാണ്, കിട്ടിയില്ലേ? നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ എസെൻഷ്യൽ എക്യുപ്മെന്റ്? വാട്ട് ഈസ് ദ എസെൻഷ്യൽ എക്യുപ്മെന്റ് required for what is the essential equipment required for transferring a critically ill patient? What is the essential equipment required for transferring a critically ill patient? Okay. Number A, ventilator from a monitor. Option A പറയുന്നു ventilator from a monitor. അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടു കേട്ടോ. Ventilator from a monitor. Then next one B, defibrillator. Then അതിന് ഫോം ഇട്ടിട്ട് തന്നെ വീണ്ടും പറയാണ് പൾസ് ഓക്സിമീറ്റർ. ഇതെല്ലാം എന്താണ് എക്യുപ്മെന്റ്സ്? കുറച്ച് എക്യുപ്മെന്റ്സുകളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. വെന്റിലേറ്റർ, മോണിറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ഡെഫിബ്രിലേറ്റർ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്. പൾസ് ഓക്സിമീറ്റർ ഒക്കെ നമ്മൾ പറഞ്ഞു, ഓക്സിജന്റെ അളവൊക്കെ ക്രമീകരിക്കുന്നത്. പിന്നെ ECG മെഷീൻ. നെക്സ്റ്റ് സി എന്ന് പറയുന്നത് ECG മെഷീന്, അതും ഗോർമേറ്റോറും കൂടെ ഉണ്ട്. ഓക്സിജൻ ടാങ്ക് ബി ഒന്നുകൂടെ. ഡിഫിബ്രിലേറ്റർ അതില് നിങ്ങൾ ഇതില് പഠിച്ചിട്ടുണ്ട്. എന്നോട് ഒന്നുകൂടിയും ചോദിച്ചൊരു ഇതാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പെട്ടെന്ന് ഇത് നോക്കുമ്പോ നിങ്ങൾക്ക് എവിടെയാണോ പഠിച്ചെന്നുള്ളൊരു ഇതുണ്ട്, കൺഫ്യൂസിംഗ് ഉണ്ടല്ലേ.
നോക്കാം. ഞാൻ ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ പറയാം. എക്യുപ്മെന്റ്സിന്റെ പാഠം ഇതെടുത്ത് നോക്കി നിങ്ങൾ. ഓക്സിജൻ എക്യുപ്മെന്റ്സിന്റെ ആ ഒരു പോർഷൻ എടുത്ത് നോക്കി, അതിൽ കാണാം. സ്പെല്ലിംഗ് ഇതിൽ നോക്കിക്കോ. അതായത് DEFI BRI LLATOR. ഡിഫിബ്രിലേറ്റർ നമ്മളെ നേരത്തെ അന്ന് പറഞ്ഞിരുന്നു. എന്താണ്? പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് നമ്മൾ CPR ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു ചെറിയ വൈദ്യുത പ്രവാഹം ഒന്ന് കൊടുക്കുന്ന ഒരു എക്വിപ്മെന്റ് ആണ് എന്ത് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെഷീൻ അതൊക്കെ എന്താണ് ഭയങ്കര ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, ക്രിട്ടിക്കലി പേഷ്യന്റിന് ആവശ്യമാണെന്ന് പറയാം. കിട്ടിയോ? നിങ്ങൾക്ക് അതൊന്നും കൂടി മീൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് എന്താണ് അതില് വെന്റിലേറ്ററും മോണിറ്ററും ഒക്കെ കേട്ടില്ലേ? ഡിഫിബ്രിലേറ്റർ വെച്ചാൽ തുടങ്ങിയാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയത്. എന്താണ് അതെന്നുള്ളതിന്റെ ഉപയോഗം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മുടെ ഫസ്റ്റ് എയ്ഡിന് ശേഷം ഒരു ചെറിയ വൈദ്യുത പ്രവാഹം കൊടുക്കുന്ന ഒരു മെഷീൻ, ഒരു ടൂളാണ്. പൾസ് ഓക്സിമീറ്ററും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്സിജന്റെ ഒക്കെ അളവുകൾ ശ്രദ്ധിക്കുന്നതിന് അതിൽ നമ്മളെന്താ അത് പറയാൻ കാരണം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അതൊക്കെ വേണമെങ്കിൽ അത് സപ്പോർട്ടീവ് ആയിട്ട് ബാറ്ററി കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് നമ്മൾ ആ ഓക്സിമീറ്ററിനെ കുറിച്ച് പറഞ്ഞത്. അത് പിന്നെന്താ സി പറയുന്നു ECG മെഷീന്, ദെൻ ഓക്സിജൻ ടാങ്ക്. അത്തരം എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് നമ്മുടെ ക്രിട്ടിക്കൽ ഇൻപേഷ്യന്റിനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ എന്താ പറയുക, ഇത്തരം ടൂളുകളൊക്കെ കേൾക്കുമ്പോ എന്താന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രമേ അത് അറിയാൻ പറ്റും. അതൊക്കെ ആവശ്യമുള്ളതായിരുന്നു ഇല്ലെന്ന് അറിയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടത്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് പോയിക്കോളാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇട്ടത്. ആൻസർ എന്താണ്? D ആണ്, ഓൾ ഓഫ് ദി അബവ് ആണ്. കാരണം ഇത്തരം ക്രിട്ടിക്കലി പേഷ്യന്റ് ആണെങ്കിൽ ഇത്തരം എക്യുപ്മെന്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന ബന്ധത്തോടൊപ്പം ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. വാട്ട് ഈസ് ദ എസെൻഷ്യൽ എക്യുപ്മെന്റ് റിക്വയർഡ് ഫോർ ട്രാൻസ്ഫറിങ് എ ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്? അതില് നമ്പർ 1 A പറയുന്നു വെന്റിലേറ്റർ, മോണിറ്റർ. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഡിഫിബ്രിലേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു ചെറിയൊരു എന്താ പറയാ വൈദ്യുത പ്രവാഹം കൊടുക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ്. ദെൻ പൾസ് ഓക്സിമീറ്റർ. പിന്നെ C പറയുന്നു ECG മെഷീനും ഓക്സിജൻ ടാങ്കും. ദെൻ ആൻസർ D, ഓൾ ഓഫ് ദി അബവ്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്ക് ഇതാണ് പ്രശ്നം. നമുക്ക് യൂസ് ചെയ്യാത്ത കുറച്ച് എക്യുപ്മെന്റ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതേ ശരിയായിക്കോളും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആംബുലൻസ് സെറ്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എന്താ പറയാ ലാസ്റ്റ് ഇതിലൊക്കെ പറഞ്ഞു, ആംബുലൻസ് സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ഒരു പോയിന്റില് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ പറയുന്നത് അതില്? ടു കൺട്രോൾ റെസ്പിറേറ്ററി റേറ്റ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടാവില്ല. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് എ ടൈഡൽ വോളിയം ഓൺ എ വെന്റിലേറ്റർ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് എ ടൈഡൽ വോളിയം ഓൺ എ വെന്റിലേറ്റർ? That is the purpose of a tidal volume of a ventilator. It's the purpose of a tidal volume of a ventilator. നിങ്ങൾ നോക്കാം. ആൻസർ മാത്രം പറഞ്ഞാൽ മതി. ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ആൻസർ മാത്രം എഴുതിയാൽ മതി.
എന്താ നോക്കാം. ടു കൺട്രോൾ റെസ്പിറേറ്ററി റേറ്റ്, ടു കൺട്രോൾ റെസ്പിറേറ്ററി റേറ്റ്, ടു റെഗുലേറ്റ് ഇൻസ്പിറേറ്ററി പ്രഷർ. Then C എന്ന് പറയുന്നത് ടു എൻഷുർ ആഡിക്വേറ്റ് ലങ് എക്സ്പാൻഷൻ ആൻഡ് ഗ്യാസ് എക്സ്ചേഞ്ച്. Then D പറയുന്നു ടു മോണിറ്റർ ഓക്സിജൻ സാച്ചുറേഷൻ. ഓക്കെ, സി തന്നെയാണ് ആൻസർ. അതായത് എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ്, നമ്മൾ ഇവിടെ ലാസ്റ്റ് ഒരു പോയിന്റ് കണ്ടോ, പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ മസ്റ്റ് ബി ഷിഫ്റ്റഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ വിത്ത് ദ പ്രൊവിഷൻ ഡിസ്പ്ലേ ഓൺ അലാറം അസോസിയേറ്റഡ് വിത്ത് ടൈഡൽ വോളിയം. അതായത് വോളിയം നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ, അതിങ്ങനെ പോകുന്നുണ്ടോ, നമ്മളെ ശ്വാസം എടുക്കുന്നതനുസരിച്ച് പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമീകരിക്കുന്ന റേറ്റുകൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഇൻസ്പിറേറ്ററി റേറ്റും എക്സ്പിറേറ്ററി റേറ്റും, ഇതെല്ലാം കൂടി കൃത്യമായിട്ടാണ് പോകുന്നതെന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടാനായിട്ടുള്ള എന്താണ് ടൈഡൽ വോളിയം, ആ ഒരു അലാറം സെറ്റിംഗ്. അതുമായി ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് എ ടൈഡൽ വോളിയം ഓൺ എ വെന്റിലേറ്റർ? എന്താ ആൻസർ? ആൻസർ എഴുതിക്കോളൂ. ടു എൻഷുർ ആഡിക്വേറ്റ് lung expansion and gas exchange. Lung expansion and gas exchange. Question ഏതാണ്? What is the purpose of setting a tidal volume on a ventilator? And answer, to ensure adequate lung expansion and gas exchange. The next question ഏതാണോ? ഓക്കെ ആണോ? കിട്ടിയോ? ആൻസർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ മീനിങ് വെച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് കൂടി വായിച്ചു നിങ്ങൾക്ക് അപ്പൊ ക്ലിയർ ആവുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിപ്പോ, that should be used and sustained both for intra and inter hospital transfer. Dash is should be used and sustained both for intra and inter hospital transfer. Intra and inter hospital transfer. എന്താണ് നമ്മൾ ഇന്ന് പഠിച്ച ഒരു പോയിന്റ് ആണത്. സാക്ഷ്യപത്രം അല്ലെ, സാക്ഷ്യപത്രം ഫസ്റ്റ് ആണ്. പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ സാക്ഷ്യപത്രം വേണം എന്താണ് ട്രാൻസ്ഫർ നടത്തുന്നത്. അതാണ് എന്താണ് ആൻസർ എ, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമോണി അല്ലെങ്കിൽ ടെസ്റ്റിമോണി. ടെസ്റ്റിമോണിയുടെ സ്പെല്ലിങ് TESTIMONY. സാക്ഷ്യപത്രം അല്ലേ. അടുത്തതും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് standardized testimony? Standardized testimony. എന്തായിരിക്കും? ഇന്നെ പഠിപ്പിച്ചതാണ്. യൂസ്ഡ് ഫോർ, ആൻസർ ചെയ്തിക്കോ. യൂസ്ഡ് ഫോർ ഓഡിറ്റ് പർപ്പസ്, used for audit purpose, for investigation.
യൂസ്ഡ് ഫോർ ഓഡിറ്റ് പർപ്പസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് കൂടിയാണ്, അതൊക്കെ തെളിവാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മുടെ ടെസ്റ്റിമോണി, സാക്ഷ്യപത്രം, നമ്മുടെ ആ സാക്ഷ്യപത്രം സൈൻ ചെയ്യാതെ ഹോസ്പിറ്റലുകാരെ ഒന്നും ചെയ്യില്ല. കാരണം അത് അവരൊരു ഇതാണ്, ലീഗൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് കൂടിയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് യൂസ്ഡ് ഫോർ ഓഡിറ്റ് പർപ്പസ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഓഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്താനായിട്ട് ഇത് സാധിക്കും. യൂസ്ഡ് ഫോർ ഓഡിറ്റ് പർപ്പസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ആൻസർ എന്താ? യൂസ്ഡ് ഫോർ ഓഡിറ്റ് പർപ്പസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ ആണോ? കിട്ടിയോ? എല്ലായ്പ്പോഴും ഇവര് രണ്ടുപേരും മാത്രമേ എസ് എന്ന് പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. ശരി ശരി ശരി. അപ്പോ എന്താണ് ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്താ പണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയ അതെന്താ പറയണ ഓർമ്മയുണ്ടോ നോക്കട്ടെ. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ transfer of patient? What is the primary reason for transfer of patient? ഇതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ എന്താ പറയുന്ന എഴുതി വെക്കും. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ എന്തെങ്കിലും നോക്കണുണ്ടോന്ന് അറിയണ്ടേ. എന്തായാലും ഞാൻ ഇത് എടുത്തതാന്ന് തന്നെ എനിക്ക് തോന്നി. ക്വസ്റ്റ്യനോട് നിങ്ങൾ നോക്കിക്കൊണ്ട് ആൻസർ കിട്ടിക്കൊണ്ട് പറയാൻ നോക്കണം നെക്സ്റ്റ് ക്ലാസ്സിൽ. ആൻസർ ഇപ്പൊ തന്നെ കിട്ടിയല്ലേ. എന്താണ്? വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ട്രാൻസ്ഫറിങ് എ പേഷ്യന്റ്? വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്? വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസറൊക്കെ കുറെ പേരൊക്കെ എഴുതുന്നുണ്ട്. എനിവേ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ. എന്തെങ്കിലും കിട്ടും എന്നുള്ള ഇതിലാണ്. എന്താ പറയാ, ഇനി ഈ ലെസണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എഴുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എഴുത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് ക്വസ്റ്റ്യൻ പറയാം. ആൻഡ് സസ്റ്റെയിൻഡ് ബോത്ത് ഫോർ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. Question. Dash should be used and sustained both for intra and inter hospital transfer. Answer എന്താണ്? A standardized testimony. Testimony എന്ന് പറഞ്ഞാലും മതി. Standardized testimony. എന്താണ്? സാക്ഷ്യപത്രം. കിട്ടിയില്ലേ? എയ്ത്ത് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? എയ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടിയില്ലേ ആൻസർ? പറഞ്ഞു പോവാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിക്വയർമെന്റ് ഫോർ ട്രാൻസ്ഫറിങ് എ പേഷ്യന്റ്? എല്ലാ ക്വസ്റ്റ്യനും വേണോ? പണ്ടായാലും 7 ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓടിച്ചു നോക്കാം. എന്തായാലും കുറച്ച് സമയമുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിക്വയർമെന്റ് ഫോർ ട്രാൻസ്ഫറിങ് എ പേഷ്യന്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതില് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ പേഷ്യന്റ് കൺസെന്റ്, ബി ഫിസിഷ്യൻ അപ്രൂവൽ, സി ഇൻഷുറൻസ് ഓതറൈസേഷൻ, ഡി ഓൾ ഓഫ് ദി അബോവ്. ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിക്വയർമെന്റ് ഫോർ ട്രാൻസ്ഫറിങ് എ പേഷ്യന്റ്? ഓപ്ഷൻ എ പേഷ്യന്റ് കൺസെന്റ്, ഫിസിഷ്യൻ അപ്രൂവൽ, തേർഡ് വൺ ഇൻഷുറൻസ് ഓതറൈസേഷൻ, ഫോർത്ത് വൺ ഡി ഓൾ ഓഫ് ദി അബോവ്. ആൻസർ ഡി. Then 7th question എന്ന് പറയുന്നത് what is the purpose of setting a tidal volume on a ventilator? That is the purpose of setting a tidal volume on a ventilator. Answer, to ensure adequate lung expansion and gas exchange. To ensure adequate lung expansion, lung of the lungs in the expansion and gas exchange. Okay. Then 9th question ചോദിച്ചു, what is the usage of standardized testimony?
What is the usage of a standardized testimony? And the answer used for audit, used for audit purpose, for investigation. Then okay, എന്ന് പറയുന്നു. എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ ഇനി? ചാപ്റ്റർ നമ്മുടെ കഴിയാണ്. അപ്പം എന്താ പറയാ, നിങ്ങൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്നിച്ചു വരുമ്പോ നിങ്ങൾ ആകെ ഇതാവരുത്. എന്തെങ്കിലും മീനിങ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒക്കെ നോക്കി ഒന്ന് ക്യാച്ച് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞ എക്യുപ്മെന്റ്സിന്റെ കുറച്ചൊക്കെ എന്താ പറയാ, കുറച്ചൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വെക്കുക. വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. എക്യുപ്മെന്റ്സിന്റെ ക്ലാസ് ഉണ്ടാവും, ആംബുലൻസിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വീണ്ടും നമുക്ക് ഒന്നും കൂടി ക്ലിയർ ഔട്ട് ആവാനായിട്ട് സാധിക്കും. അപ്പോ ഓക്കെ അല്ലേ? നമ്മുടെ എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻസും ഏതാണ്ട് നമ്മൾ അവസാനിച്ചു. ഇനി നമുക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ഒരു ചാപ്റ്ററിനെ കുറിച്ചും കൂടി, ഇതിലെന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ എന്ന് പറഞ്ഞോ. നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും എഴുതിയിരുന്നില്ല. ഇനി എന്തെങ്കിലും ഇല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് എഴുതി കഴിഞ്ഞവരൊന്ന് ഷെയർ ചെയ്യാൻ നല്ലതായിരുന്നു. ചിലര് ഞാൻ പറഞ്ഞ മാതിരി എന്താ പറയുക, പരമാവധി സ്ലോ ആയിട്ടൊക്കെ പറഞ്ഞേക്കുന്നത്. കുറെ ഗ്യാപ്പ് വന്നിട്ട് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ സ്പീഡ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് എല്ലാവരെയും കൂടി ബാധിക്കുന്ന ആയതുകൊണ്ടുള്ള മീഡിയം സ്പീഡ് ഞാൻ പോകുന്നത്. അങ്ങനെയുള്ളവര് ആരെങ്കിലും ആൻസർ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ഒക്കെ എഴുതിയേക്കണവര് ഒന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ അവർക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രൂപ്പിലുണ്ടാവും, നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോ ഇന്നത്തെ ഇതിന്റെ ക്ലാസ് നമ്മൾ അവസാനിച്ചു. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. നമ്മുടെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ നിങ്ങളുടെ ഞാനത്തെ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോ എന്താ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ടൊക്കെ ഓർമ്മയിലേക്ക്. ചാപ്റ്റർ നമ്പർ 14 കൈവശമുണ്ടോ? നിങ്ങളുടെയൊക്കെ PDF നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതൊക്കെ പറയുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമുക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ലെസൺ. ഞാൻ ചെറുതിങ്ങനെ എടുത്തു പോകാന്ന് വെക്കുന്നു. കാരണം ടെർമിനോളജി എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടാതെ. ടെർമിനോളജിയിലൊക്കെ PDF ഉണ്ടാവും. എനിക്കുള്ള കുറച്ച് ഇതെന്ന് പറയുന്നത് ചാപ്റ്റർ എനിക്ക് തോന്നുന്നു 36 ആണോ? യെസ്. ആ ചാപ്റ്റർ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാടുണ്ട് അല്ലെ. അതൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചേക്കാണ്. കാരണം അത് ഒരുപാട് പഠിക്കാനുണ്ട്. കുറെ പേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചെറുതിങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞൂലോ എന്ന് ഉറപ്പുവരുത്താനോ, ചെറിയ കഴിഞ്ഞൂലോ എന്ന് ഉറപ്പുവരുത്താനോ. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തെടുത്തത്. നമുക്ക് തുടങ്ങി വെക്കണോ? ഇന്ന് തുടങ്ങി വെക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ടോ? പറയുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം എല്ലാവരും അറിയാം. അതായത് ഞാൻ ഇന്നാദ്യത് സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് PDF ഇപ്പൊ ഇത് കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല. നോക്കട്ടെ കേട്ടോ. ഇല്ല, അതിലേക്ക് സേവ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല. എനിവേ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാപ്റ്റർ നമുക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം, മിക്കവാറും നമ്മളെല്ലാവരും ചിലപ്പോൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും, ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ടുണ്ടാവും. അഥവാ ഇനി ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിരിക്കുന്ന വ്യക്തികളായിട്ട് കുറച്ച് നമ്മള് ഡിസ്കസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ അവര് പറയും, എക്സ്പീരിയൻസ് കൊണ്ട് പറയും. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ, അവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ചാപ്റ്റർ നമ്പർ 14
എടുക്കാൻ പറ്റും തോന്നലൊന്നുമില്ല. എന്തായാലും ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ചാപ്റ്റർ 14 ആണ്. അതിലെന്താ പറയുന്നത്? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താ പറയുന്നത്? An operation theatre is a place where certain invasive surgical procedure with the means of operations that involve cutting into and working inside a patient's body take place. നമുക്കറിയാം അല്ലെ, ഓപ്പറേഷൻ നടക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും നമ്മുടെ ബോഡിനെ തന്നെ അവിടെ എന്താ അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ട് അത് പ്രത്യേകിച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്താ പറയാ അതില് ഇവിടെ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് മെഡിസിൻസ് ഒക്കെ ചെയ്ത് അത് ക്ലിയർ ഔട്ട് ചെയ്ത് എന്തെങ്കിലും നീക്കി കളയേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നീക്കി കളഞ്ഞ് തുന്നി കെട്ടിയല്ലേ അവിടെ ക്ലിയർ ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മള് പ്രധാനമായിട്ടും ഓപ്പറേഷൻ ലേഡീസ് ഒക്കെ എന്താ പറയാ നടത്തുന്നത് എപ്പോഴും ഓപ്പറേഷൻ സിസേറിയൻ അല്ലെ, കുട്ടികൾക്കൊക്കെ ബ്ലഡുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ മിക്കവാറും ലേഡീസ് ഒക്കെ അഭിമുഖീകരിച്ചേക്കുന്ന കാര്യമാണ്. നോർമൽ ഡെലിവറി അല്ലെങ്കിൽ പ്രധാനമായിട്ടും സിസേറിയൻ ആവശ്യകത വരും. അപ്പൊ അവിടെ നമുക്കറിയാം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടാണ് നമ്മളെല്ലാവരും അതിലേക്ക് പോവുക അല്ലെ. ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ആ അവസ്ഥയെ നമ്മളുടേതായ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനായിട്ട് ഇൻ കേസ് രോഗങ്ങൾ വരുമ്പോഴും ഓപ്പറേഷൻ നടക്കും. മിക്കവാറും വ്യക്തികൾക്ക് ഓപ്പറേഷൻ എന്നുള്ളത് ചിലർക്ക് ഫേസ് ചെയ്യാൻ ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ഇതിലെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് there is a place where a certain invasive surgical procedure എന്തെങ്കിലും സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയർ നടത്തുന്ന ഒരു പ്ലേസ് ആണ്. which means operations that involve cutting into and working inside a patient's body take place. എവിടെയാണോ ഓപ്പറേഷൻ നടക്കുന്നത് നമുക്കറിയാം, നമ്മുടെ വിവിധ ബോഡിയുടെ ഏതൊക്കെ പ്ലേസിലാണ് വേണമെങ്കിലും ഓപ്പറേഷൻ നടത്താം അല്ലെ. ആ അസുഖം ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഇപ്പോ എന്താ പറയണ ഡെലിവറിയുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം. ഓപ്പറേഷൻ എന്ന് പറയുന്ന അസുഖം ബാധിച്ചൊരു കാര്യമല്ല, അത് കുട്ടിയുടെ ബർത്തുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ എന്താ പറയണ ഓപ്പറേഷൻ നടത്തുന്നത് എന്താണ്, അവിടെ അസുഖം ബാധിക്കുന്നത് കൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടി വരുന്നത്. ആ ബോഡിയെ അനുസരിച്ച് പേഷ്യന്റിന്റെ ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കട്ടിംഗ് പ്രോസസ്സാണ്. ദിസ് മേ കണ്ടെയ്ൻ either minimally invasive procedures such as keyhole surgery, where cameras and a laparoscope are inserted through small incisions, or open surgery where the surgeon make a larger cut to reach the internal organs. അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ നൂതന കണ്ടീഷനിൽ എന്താണ് ഓപ്പൺ സർജറി മാത്രമല്ല നടത്തുന്നത്, എന്താണ് കീഹോൾ സർജറിയും നടത്താറുണ്ട്. ഓപ്പൺ സർജറി വരുമ്പോൾ നമുക്കറിയാം അത് കൂടുതൽ ക്ലിയർ ഔട്ട് ആവാൻ സാധിക്കും. പക്ഷെ അതിനെന്താണ് എല്ലാവരും ഇതിനകത്ത് അതിന് കുറെ ടൈമൊക്കെ റെസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. സാധാരണ രീതിയിൽ കീഹോൾ സർജറി ഒക്കെയാണ് നടത്തണമെങ്കിൽ എല്ലാം ഒരുപാട് ടൈമിൽ റെസ്റ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വരില്ല. അപ്പൊ കീഹോൾ സർജറിയും ഓപ്പൺ സർജറിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള പ്രോബ്ലംസിനെല്ലാം ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുക ഓപ്പൺ സർജറി തന്നെയായിരിക്കും. അഥവാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ കീഹോൾ സർജറി നടത്താറുണ്ട്. കീഹോൾ സർജറിക്കും ഓപ്പൺ സർജറിക്കുള്ള വ്യത്യാസം എന്താണ്? അതിന്റെ ആ ഒരു ഇത് ആഴത്തിലുള്ള മുറിവായിരിക്കും ഓപ്പൺ സർജറിക്ക് വരിക. കീഹോൾ ആണെങ്കിൽ അത് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ട് ഒരു ചെറിയ ദ്വാരം അത് ഇട്ടിട്ടാണ് കീഹോൾ സർജറി ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുറിവിന്റെ ആവശ്യകത വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ റെസ്റ്റിന്റെയും കുറെ ആവശ്യകതകളൊന്നും വരാൻ സാധ്യതയില്ല. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. Then a robot assisted surgery allows the surgeon to perform certain laparoscope means ഉള്ളിലേക്ക് അത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ആ ഇതിലേക്ക് ഒരു ദ്വാരം ഇട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആ മെഷീൻസ് ഘടിപ്പിച്ചിട്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ ക്യാച്ച് ചെയ്ത് എടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന പ്രോബ്ലംസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചിലവരുടെ വായിലൂടെയൊക്കെ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന ഒരു ഇതുകളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്താണ് അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാണോ നമ്മുടെ ടൈം ഏതാണ്ടും അലവ് ചെയ്ത സമയമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തപ്പോ നിങ്ങളുടെ ഇത് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടായെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ
എനിവേ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നെക്സ്റ്റ് ടൈമിൽ നമ്മൾ എടുക്കും. ഒരു എന്താ പറയുക, ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിക്കൊണ്ട് തുടങ്ങി വെച്ചതേ ഉള്ളൂ. നിങ്ങൾ അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതിലേക്ക് കൂടുതൽ മൈൻഡ് എന്താ മനസ്സിലാക്കി വരിക. അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ സ്ക്രീനിലും നിങ്ങൾക്ക് എന്താ പറയുക ഇത് വേണ്ടി വരും. ചിലരുടെ കയ്യിൽ ചിലപ്പോൾ PDF ഒക്കെ എന്തായാലും വരില്ല. അപ്പൊ അതുണ്ടെങ്കിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം അല്ലെ? പിള്ളേരും ഏതാണ്ട് അത്യാവശ്യം ടൈം ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഓക്കെ, ബൈ. Okay.